അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഏവർക്കും സിയാറ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇപ്പോൾ നമ്മളുള്ളത് നാഗപട്ടണം ബസ് സ്റ്റാൻഡിലാണ്. കഴിഞ്ഞ വീഡിയോ അവസാനിച്ചത് മുത്തുപേട്ട ബസ് സ്റ്റാൻഡിൽ നിന്ന് ആയിരുന്നു. മുത്തുപേട്ടയിൽ നിന്ന് നാഗപട്ടണത്തേക്ക് ബസ് കയറി ഇപ്പോൾ നാഗപട്ടണത്ത് എത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇവിടെ നിന്ന് നാഗൂര് ദർഗയിലേക്ക് ഇൻഷാ അല്ലാഹ് ബസ് കയറി അവിടെ നിന്ന് കുറച്ച് നടക്കാനുണ്ട് ദർഗയിലേക്ക്. യാത്ര സ്വീകരിക്കട്ടെ. جئتكم يا سيد ميران قاصدا رفعا لهجران حين كنت منه حيران صل بنا وصلا قرينا كنت في الدنيا مغيثا زرت روضك مستغيثا آتنا فضلا بثيثا يا ولي العالمين أنت عاف عن خطيات أنت كاف للمهمات أنت شاف للبليات أعطينا ما قد رضينا يا ربيب الأنبياء يا حبيب الأولياء അപ്പോൾ ഞങ്ങൾ നാവൂര് ദർഗയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ 12:30 സമയമായി എത്തിയപ്പോൾ ജുമാൻ്റെ സമയമാണ്. ആ സമയത്താണ് എത്തിയത്. അപ്പോൾ അതുകൊണ്ട് ജുമാ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, ഭക്ഷണം കഴിച്ചു. ഇപ്പോൾ നമ്മുടെ നാവൂര് ദർഗയുടെ ഫ്രണ്ടിലുണ്ട്. ഇൻഷാ അല്ലാഹ് ഉത്തർപ്രദേശിലെ അയോധ്യക്കടുത്ത് മാണിക്യപൂർ നഗരത്തിൽ കുലീന കുടുംബത്തിൽപ്പെട്ട സയ്യിദ് ഹസൻ ഖുദ്സി റളിയല്ലാഹു അൻഹു, പത്നി സയ്യിദത്ത് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ എന്നിവരുടെ ഏകപുത്രനാണ് ചരിത്രപുരുഷനായ ഷെയ്ഖ് ഷാഹുൽ ഹമീദ് വലിയുല്ലാഹി. ഹിജ്റ വർഷം 910 ജമാദുൽ ആഖിർ മാസം 10 ക്രിസ്താബ്ദം 1489 വ്യാഴാഴ്ച സന്ധ്യ കഴിഞ്ഞ് വെള്ളിയാഴ്ച രാവിലാണ് വിശ്വപ്രസിദ്ധനായ മഹാപ്രതിഭ ഷെയ്ഖ് ഷാഹുൽ ഹമീദ് വലിയുല്ലാഹി അവർകൾ ജനിക്കുന്നത്. മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഗർഭിണിയാകുന്നതിന് മുമ്പ് തന്നെ നിരവധി അത്ഭുത സംഭവങ്ങൾക്ക് മഹാനവർകളുടെ മാതാപിതാക്കൾ സാക്ഷിയായി. ഒരിക്കൽ വെള്ളവസ്ത്രവും തലപ്പാവും ധരിച്ച ഒരു വന്യവയോധികനായ മഹാപുരുഷൻ സ്വപ്നത്തിലൂടെ മാതാവായ ഫാത്തിമ ബീവിയുടെ സമീപത്തെത്തി. തുടർന്ന് ഇപ്രകാരം പറഞ്ഞു: അല്ലയോ ഫാത്തിമ, അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽ അത്യുന്നതനായ ഒരു മഹാരഥനെയാണ് നിങ്ങൾ ഗർഭം ധരിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഈ സന്തോഷവാർത്തയുമായി വന്ന ഞാൻ അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരിൽ ഒരാളായ മഹാനായ ഖദർ നബി അലൈഹിസ്സലാത്തു വസ്സലാമാണെന്നും പറഞ്ഞ് മഹാനവർകൾ അപ്രത്യക്ഷനായി. സ്വപ്നത്തിൽ നിന്നും ഞെട്ടിയുണർന്ന മഹദി കണ്ട സ്വപ്നം തൻ്റെ പ്രിയതമനെ അറിയിച്ചു. അവർ അള്ളാഹുവിന് ശുക്റുകൾ അർപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബ പരമ്പരയിൽപ്പെട്ട സയ്യിദ് ഹസൻ ഖുദ്സി റളിയല്ലാഹു അൻഹു ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിറുൽ ജീലാനി തങ്ങളുടെ 6ാമത്തെ പുത്ര പരമ്പരയിൽപ്പെട്ട
മഹാനാണ്. മഹാനരായ ഷാഹുൽ ഹമീദ് മീറാൻ റളിയല്ലാഹു അൻഹു അവിടുത്തെ പ്രിയപ്പെട്ട മാതാവ് ഫാത്തിമ ബീവി മഹാനവർകളെ ഗർഭം ചുമന്ന സമയം പിതാവ് സയ്യിദ് ഹസൻ ഖുദ്സി റളിയല്ലാഹു അൻഹുവിന് കഠിനമായ രോഗം വന്നെത്തി. വിവിധ വിദഗ്ധ വൈദ്യന്മാരെ കൊണ്ട് ചികിത്സിച്ചെങ്കിലും രോഗത്തിന് പ്രത്യേക ശമനമൊന്നുമുണ്ടായില്ല. ഭർത്താവിൻ്റെ രോഗനിലയോർത്ത പത്നി കഠിന ദുഃഖിതയായിരുന്നു. ഒരിക്കൽ ഉമ്മ എന്ന അദൃശ്യമായ ഒരു വിളി അവർ കേട്ടു. ശബ്ദം കേട്ട സ്ഥലത്തേക്ക് നോക്കുമ്പോൾ വീണ്ടും ഉമ്മ എന്ന വിളി അവരെ തേടിയെത്തി. അല്പനേരം കഴിഞ്ഞപ്പോൾ ഇങ്ങനെയൊരു സംസാരം കേട്ടു. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ, നിങ്ങൾ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ടതില്ല. അള്ളാഹുവിൻ്റെ കാരുണ്യത്താൽ എൻ്റെ പിതാവിൻ്റെ രോഗം ഏറെ താമസിയാതെ പരിപൂർണ ശമനമാകും. തൻ്റെ ഗർഭാശയത്തിൽ നിന്നാണ് ഈ സംസാരം കേൾക്കുന്നത് എന്ന് മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹക്ക് മനസ്സിലായി. ദിവസങ്ങൾക്കകം പ്രിയപ്പെട്ട പിതാവ് ഹസൻ ഖുദ്സി റളിയല്ലാഹു അൻഹുവിന് രോഗത്തിന് പരിപൂർണമായ ശമനം സംഭവിക്കുകയും ചെയ്തു. മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹക്ക് 7 മാസമായപ്പോൾ മാണിക്യപൂർ നഗരം വറുതിയുടെ ഘട്ടമായിരുന്നു. കാലങ്ങളായി ലഭ്യമായിരുന്ന മഴയുടെ കുറവ്, കാർഷിക വിളവിൻ്റെ അഭാവം എന്നിവയെല്ലാം ദാരിദ്ര്യത്തെ ഏറെ സ്വാധീനിച്ച ഘടകങ്ങളായിരുന്നു. നാട്ടുപ്രധാനിയായ സയ്യിദ് ഹസൻ ഖുദ്സി റളിയല്ലാഹു അൻഹുവും പ്രിയപത്നി ഫാത്തിമ ബീവിയും ഈ ദുരവസ്ഥയിൽ ഏറെ വിഷമിച്ചു. കൈവശമുണ്ടായിരുന്ന ഭക്ഷണശേഖരത്തിൽ നിന്നും ഏറെയും നാട്ടുകാർക്ക് വിതരണം ചെയ്തു കഴിഞ്ഞു. ഈ വിഷയമായി എന്തു ചെയ്യണമെന്ന് ചിന്തിച്ച ഈ ദമ്പതികൾ കേൾക്കെ ഒരശരീരി അവരുടെ കർണപുടങ്ങളിൽ അലയടിച്ചു. എൻ്റെ ബഹുമാന്യ മാതാപിതാക്കളെ, നിങ്ങൾ രണ്ടുപേരും ഒന്നുകൊണ്ടും വിഷമിക്കരുത്. നമ്മുടെ ബാക്കിയുള്ള ധാന്യശേഖരത്തിൽ നിന്നും അല്പമെടുത്ത് അത് പാചകം ചെയ്ത് നാട്ടുകാർക്കെല്ലാം വിതരണം ചെയ്യുക. കരുണാനിധിയായ അള്ളാഹു ധർമ്മം നൽകുന്ന കരങ്ങളെ നിസ്സഹായരാക്കുന്നതല്ല. അത്ഭുതമെന്ന് പറയട്ടെ, വീണ്ടും ആവർത്തിച്ചു ആ അശരീരി. അല്പം ഭക്ഷണധാന്യം കൊണ്ട് പാചകം ചെയ്ത ആഹാരം നാട്ടുകാർക്ക് മുഴുവനും നൽകിയപ്പോൾ എല്ലാവരും സുഭിക്ഷമായി വയറ് നിറക്കുകയും ഭക്ഷണം പിന്നെയും ബാക്കിയാവുകയും എല്ലാവർക്കും മതിവരുവോളം വീണ്ടും വിതരണം ചെയ്യുകയും ചെയ്തു. എന്നിട്ടും ആ ഭക്ഷണത്തിലൊരു കുറവ് വന്നില്ല. ഫാത്തിമ ബീവിയുടെ പ്രസവ ദിവസം അപരിചിതരായ 2 പേർ അവിടെ എത്തി മഹദിയോട് സലാം പറഞ്ഞു. സയ്യിദുന ഖിളർ നബി അലൈഹിസ്സലാത്തു വസ്സലാമും ഇല്യാസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമുമായിരുന്നു ആ 2 പേർ. ഖിളർ നബി അലൈഹിസ്സലാത്തു വസ്സലാം കുഞ്ഞിനെ മടിയിൽ വെച്ച് കുഞ്ഞിൻ്റെ വലതു ചെവിയിൽ ബാങ്കും ഇടതു ചെവിയിൽ ഇഖാമത്തും കൊടുത്തു. ശേഷം സയ്യിദ് അബ്ദുൽ ഖാദിർ എന്ന് ഖിളർ നബി അലൈഹിസ്സലാത്തു വസ്സലാം നാമകരണം ചെയ്തു. ശേഷം കുഞ്ഞിനെ ഇല്യാസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ തിരുക്കരങ്ങളിൽ ഏൽപ്പിച്ചപ്പോൾ അദ്ദേഹം 3 തവണ അബ്ദുൽ ഖാദർ എന്ന നാമം ഉച്ചരിച്ച് കുഞ്ഞിനെ മാതാവിനെ ഏൽപ്പിച്ച ശേഷം അവിടെ നിന്നും തിരിച്ചുപോയി. മഹാനരായ സയ്യിദ് അബ്ദുൽ ഖാദിർ മീറാൻ ഷാഹുൽ ഹമീദ് റളിയല്ലാഹു അൻഹു അവർകൾ വളർന്നുകൊണ്ടിരുന്നു. 4 വയസ്സ് പൂർത്തിയായപ്പോൾ പ്രായത്തിൽ മികച്ച ബുദ്ധിവൈഭവം പ്രകടിപ്പിച്ചതിനാൽ പ്രസ്തുത വയസ്സിൽ തന്നെ മതപഠനം ആരംഭിക്കുകയും ചെയ്തു. ബഹുമാനപ്പെട്ടവരുടെ ഖുർആൻ പാരായണം ശ്രവണസുന്ദരമായിരുന്നതിനാൽ അത് കേൾക്കാനായി ആ ബാലവൃന്ദം ജനങ്ങൾ തടിച്ചുകൂടിയിരുന്നു. ഒരു വൈകുന്നേര സമയത്ത് സ്വന്തം വീടിനൽപ്പം അകലെയായി ഒരിക്കൽ ശൈഖ് അവർകൾ ഇരിക്കുകയായിരുന്നു. അള്ളാഹുവിനെക്കുറിച്ചുള്ള ആത്മീയ ചിന്തയിൽ നിരതനായി ഇരിക്കുന്ന സമയത്ത് ശുഭ്രവസ്ത്രധാരിയായ ഒരാൾ ബഹുമാനപ്പെട്ടവരുടെ അരികിലെത്തി സലാം ചൊല്ലി വാത്സല്യത്തോടെ വായ തുറക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. വായ തുറന്ന സമയം അദ്ദേഹത്തിൻ്റെ വായയിൽ നിന്നും 3 തവണ ഉമിനീർ ഷാഹുൽ ഹമീദ് റളിയല്ലാഹു അൻഹുവിന് പകർന്നു നൽകി. പ്രസ്തുത ഉമിനീർ കഴിച്ച ശേഷം മഹാനവർകൾക്ക് ആത്മജ്ഞാനത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെട്ടു എന്നാണ് ചരിത്രം. 18 വയസ്സ് പൂർത്തിയായപ്പോഴേക്കും തഫ്സീറും ഹദീസും ഫിഖ്ഹും അഖീദയും താരീഖും ഗണിതവും ഗോളശാസ്ത്രവും തർക്കശാസ്ത്രവും തത്വജ്ഞാനവും തുടങ്ങി ഒരുപാട് മേഖലകളിൽ ബഹുമാനപ്പെട്ടവർ നിപുണനായി മാറി. രാജസ്ഥാനിലെ കവാലിയറിൽ നിന്ന് ബഹുമാനപ്പെട്ടവർക്ക് ഒരു ഷെയ്ഖിനെ കിട്ടി. മഹാനായ ഷെയ്ഖ് ഗൗസ് റളിയല്ലാഹു അൻഹു.
ബഹുമാനപ്പെട്ടവരിൽ നിന്നും ആത്മീയമായ അഗാധ പാണ്ഡിത്യം നേടിയ ശേഷം അവിടെ നിന്നും ഗുരുവര്യരുടെ ഗുരുത്വപൊരുത്തവും വേണ്ടുവോളം ആത്മജ്ഞാനവും ശിക്ഷണവും സമ്പാദിച്ച് ഷാഹുൽ ഹമീദ് തങ്ങൾ യാത്ര പുറപ്പെട്ടു. മഹാനവർകളോടുകൂടെ 440 ശിഷ്യന്മാരുണ്ടായിരുന്നു എന്നാണ് ചരിത്രം. യാത്രക്കിടയിൽ ഷേഖ് ഷാഹുൽ ഹമീദ് തങ്ങളും അനുയായികളും ഒരു കാട്ടുമനുഷ്യനെ കാണാനിടയായി. രോമങ്ങൾ തിങ്ങി നിറഞ്ഞ അദ്ദേഹത്തിൻ്റെ ശരീരപ്രകൃതി സാധാരണ മനുഷ്യരിൽ നിന്നും വിഭിന്നമായിരുന്നു. അദ്ദേഹം ഷാഹുൽ ഹമീദ് തങ്ങളോട് ഇപ്രകാരം പരാതി ബോധിപ്പിച്ചു: ഷെയ്ഖ് അവർകളെ, ഈ പർവ്വതത്തിൻ്റെ അങ്ങേയറ്റത്ത് മുടികൾ നീണ്ട വലുതായ ഒരു മനുഷ്യനുണ്ട്. അപരിചിതനായ അദ്ദേഹം ഇന്നുവരെ ഉറങ്ങിയതായി എനിക്കറിയില്ല. എപ്പോഴും ഇബാദത്തിലായി കഴിഞ്ഞുകൂടുന്ന അദ്ദേഹത്തിൻ്റെ അവസ്ഥയെന്തെന്നറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. ശിഷ്യന്മാരോട് പ്രസ്തുത സ്ഥലത്ത് ഇരിക്കാൻ ആവശ്യപ്പെട്ട ശേഷം ഷാഹുൽ ഹമീദ് തങ്ങൾ അദ്ദേഹത്തിൻ്റെ അരികിലെത്തി. അദ്ദേഹത്തെ കണ്ടയുടനെ മഹാനവർകൾ ചെവിയിലെന്തോ മന്ത്രിച്ചു. ആ അവസരത്തിൽ സന്തോഷത്തോടെ അദ്ദേഹം ഷെയ്ഖ് അവർകളെ ആലിംഗനം ചെയ്തു. ശേഷം അദ്ദേഹം പറഞ്ഞു: ഞാൻ 400 വർഷമായി ഈ മലമടക്കുകളിൽ ജീവിക്കുന്നു. മഹാപുരുഷനായ താങ്കൾ ഈ വഴി വരുമെന്ന അറിവ് എനിക്ക് ലഭ്യമായതിനാൽ ഇത്രയും കാലം എൻ്റെ ആയുസ് നീട്ടിത്തരാൻ ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയായിരുന്നു. എൻ്റെ പ്രാർത്ഥന അള്ളാഹു ഇന്ന് സഫലമാക്കിയിരിക്കുന്നു. അല്പസമയത്തിനകം അദ്ദേഹം മരണപ്പെടുകയും അദ്ദേഹത്തിൻ്റെ മരണാനന്തര കർമ്മങ്ങൾ നിർവഹിച്ച ശേഷം ഷാഹുൽ ഹമീദ് തങ്ങളും സംഘവും അവിടെ നിന്ന് യാത്ര പറയുകയും ചെയ്തു. യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയ ശേഷം ഒരു ദിവസം മഹാനവർകളുടെ വീട്ടിൽ ബന്ധുക്കളും സുഹൃത്തുക്കളും നാട്ടുകാരുമെല്ലാം സമ്മേളിച്ചത് കണ്ടപ്പോൾ മഹാനവർകൾ മാതാപിതാക്കളോട് കാരണമന്വേഷിച്ചു. അവർ പറഞ്ഞു: നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ കൊണ്ട് നിന്റെ വിവാഹം നടത്താനുള്ള ഒരുക്കമാണിത്. പന്തലുകളും അലങ്കാര ദൃശ്യങ്ങളും കണ്ട ഉടനെ ഷാഹുൽ ഹമീദ് തങ്ങൾ പറഞ്ഞു: പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങളുടെ ഈ ആഗ്രഹം സഫലീകരിച്ചു തരാൻ എനിക്ക് സാധ്യമല്ല. അള്ളാഹുവിൻ്റെ അലംഘനീയമായ തീരുമാനത്താൽ വിവാഹ ജീവിതം വേണ്ടെന്ന് വെച്ച് ആരാധനാനിരതനായി ജീവിക്കുവാനാണ് എൻ്റെ തീരുമാനം. ഇത് പറഞ്ഞു തീർന്നപ്പോഴേക്കും പ്രസ്തുത പന്തൽ തീപന്തമായി ചുട്ടുചാമ്പലായി. അങ്ങനെയിരിക്കെ ബഹുമാനപ്പെട്ടവർ ഹജ്ജിനായി പരിശുദ്ധ മക്കയിലേക്ക് പുറപ്പെട്ടു. ലാഹോറിലെ നൂറുദ്ദീൻ മുഫ്തി എന്ന വ്യക്തിക്ക് സന്താനങ്ങളില്ലാതെ വിവിധ മരുന്നുകളും മറ്റു ചികിത്സാരീതികളും പ്രയോഗിച്ചെങ്കിലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ സന്താന പരമ്പരയിൽപ്പെട്ട അദ്ദേഹത്തിനും ഭാര്യയ്ക്കും നിരാശയായിരുന്നു ഫലം. തൻ്റെ വിഷമം ഷാഹുൽ ഹമീദ് തങ്ങളോട് ബോധിപ്പിച്ചപ്പോൾ മഹാനവർകൾ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച ശേഷം ഒരു വെറ്റില ചവച്ചരച്ച് അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് കഴിക്കാൻ പറഞ്ഞു. ശേഷം ഇപ്രകാരം പറഞ്ഞു: നൂറുദ്ദീൻ, നിങ്ങളുടെ ഭാര്യയ്ക്ക് ആദ്യം ഒരു ആൺകുഞ്ഞ് ജനിക്കും. ശേഷം 4 ആൺസന്താനങ്ങളും 2 പെൺമക്കളും നിങ്ങളുടെ ഭാര്യ പ്രസവിക്കും. ഇവരിൽ ആദ്യം ജനിക്കുന്ന കുഞ്ഞ് എനിക്ക് അവകാശപ്പെട്ടതാകും. നൂറുദ്ദീൻ മുഫ്തിയുടെയും പത്നി ജഹ്റ ബീവിയുടെയും കുഞ്ഞുങ്ങൾ അവരുടെ സ്വന്തമാണെങ്കിലും മഹാനവർകളുടെ അനുഗ്രഹീത കറാമത്തുകളാൽ ലഭ്യമായ സന്താന സൗഭാഗ്യത്തിന് നന്ദിയായി അവർ ആദ്യം ജനിച്ച സന്താനത്തെ ഷെയ്ഖ് ഷാഹുൽ ഹമീദ് തങ്ങൾക്ക് നൽകുകയും മഹാനവർകൾ കുഞ്ഞിന് സയ്യിദ് മുഹമ്മദ് യൂസുഫ് എന്ന് നാമകരണം ചെയ്യുകയും ചെയ്തു. അറേബ്യൻ നാടുകളിൽ 9 വർഷം കഴിച്ചുകൂട്ടിയ ഷാഹുൽ ഹമീദ് തങ്ങൾ ജിദ്ദ തുറമുഖത്തു നിന്നും കപ്പൽ കയറി മലബാറിലെ പൊന്നാനി കടൽ തീരത്ത് വന്നണഞ്ഞു. ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹുവിൻ്റെ സവിധത്തിൽ അല്പകാലം ചെലവഴിച്ച അവർകൾ അവിടെ നിന്നും വീണ്ടും യാത്ര തിരിച്ചു. ലക്ഷദ്വീപ്, ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങളും സ്ഥലങ്ങളും സന്ദർശിച്ച ശേഷം തമിഴ്നാട്ടിലെ കായൽപട്ടണം വഴി തൃഷ്ണാപള്ളിയിലെത്തിച്ചേരുകയും അവിടെ നിന്നും പിന്നീട് തഞ്ചാവൂർ ലക്ഷ്യമാക്കി നാഗൂരിലെത്തി താമസമാരംഭിക്കുകയും ചെയ്തു. പ്രസിദ്ധമായ തഞ്ചാവൂർ തലസ്ഥാനമാക്കി ചോഴ സാമ്രാജ്യത്തിൻ്റെ അധിക ഭാഗവും നായക്ക രാജാക്കന്മാരാൽ ഭരിക്കപ്പെട്ടിരുന്നു. അതിനിപുണനായ മന്ത്രവാദിയുടെ കരങ്ങളാൽ മാരണത്തിലൂടെ നിത്യരോഗിയായി കൈകാലുകൾ ചലിപ്പിക്കാനാവാതെ സ്തബ്ധനായി രാജാവ് അച്യുതപ്പ നായർ കിടപ്പിലാണ്. മഹാനരായ ഷാഹുൽ ഹമീദ് മീറാൻ തങ്ങളുടെ കറാമത്തുകൾ കേട്ടറിഞ്ഞ അദ്ദേഹം തൻ്റെ മന്ത്രിയെ ഷെയ്ഖ് അവർകളുടെ സവിധത്തിലേക്ക് എത്തിച്ചു. ഷെയ്ഖ് അവർകളുടെ അനുഗ്രഹീത കറാമത്തുകളാൽ ആ രാജാവിൻ്റെ രോഗം പൂർണ്ണമായി ഭേദമായി. ഒരിക്കലും ജീവിതത്തിലേക്ക് തിരിച്ചുവരവുണ്ടാകില്ലെന്ന് ഉറപ്പിച്ചിരുന്ന രാജാവിൻ്റെയും കുടുംബത്തിൻ്റെയും സന്തോഷത്തിന് അതിരില്ലായിരുന്നു. അദ്ദേഹം സന്തോഷത്താൽ ഏകദേശം 3000 ഏക്കർ സ്ഥലം അടയാളക്കല്ലുകൾ സ്ഥാപിച്ച് ഒരു ചെമ്പുപട്ടയത്തിൽ ഷെയ്ഖ് ഷാഹുൽ ഹമീദ് റളിയല്ലാഹു അൻഹുവിന് ഉടമാവകാശമായി നൽകി.
രാജാവിൻ്റെയും രാജപത്നിയുടെയും കൊട്ടാര പ്രധാനികളുടെയും നിരന്തര അഭ്യർത്ഥന പ്രകാരം ഷാഹുൽ ഹമീദ് തങ്ങൾ നന്ദിപൂർവ്വം അതിനെ സ്വീകരിക്കുകയും ചെയ്തു. ഇന്ന് നാഗൂർ ദർഗ നിലകൊള്ളുന്ന സ്ഥലങ്ങളും പരിസരങ്ങളുമെല്ലാം ഷേഖ് ഷാഹുൽ ഹമീദ് തങ്ങൾക്ക് അച്യുതപ്പ നായർ എന്ന രാജാവ് സമ്മാനമായി സമർപ്പിച്ചതാണ്. അള്ളാഹുവിൻ്റെ മഹനീയ അനുഗ്രഹത്താൽ ഷേഖ് ഷാഹുൽ ഹമീദ് തങ്ങളും സംഘവും നാഗൂർ നിവാസികളായി മാറി. ഷാഹുൽ ഹമീദ് തങ്ങളും പുത്രൻ യൂസുഫും നാഗൂരിലെ ഇസ്ലാമിക നവോത്ഥാനത്തിന് പുത്തനുണർവ് നൽകുകയും ഇസ്ലാമിക സ്ഥാപനങ്ങളും പള്ളികളും സ്ഥാപിക്കുകയും ചെയ്തു. ഷെയ്ഖ് അവറുകളുടെ പുത്രനായ സയ്യിദ് യൂസുഫ് റളിയല്ലാഹു അൻഹുവിന് വിവാഹാനന്തരം 8 സന്താനങ്ങൾ ജനിച്ചു. അന്നത്തെ പ്രസിദ്ധ വ്യാപാരിയായിരുന്ന ഖാജ മഹദൂമിൻ്റെ പ്രിയപുത്രി സയ്യിദത്ത് സുൽത്താന റളിയല്ലാഹു അൻഹയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രിയവധു. ഹിജ്റ 978 ജമാദുൽ ആഖിർ 10 AD 1557 വെള്ളിയാഴ്ച രാവിൽ തഹജ്ജുദ് നിസ്കരിക്കുന്ന സമയം സയ്യിദ് അബ്ദുൽ ഖാദിർ ഷാഹുൽ ഹമീദ് റളിയല്ലാഹു അൻഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തിരുവചനം ഉച്ചരിച്ച് ഭൗതിക ലോകത്തോട് വിട പറഞ്ഞു. ആത്മീയ ലോകത്തെ ജ്യോതിർഗോളം എന്ന സൂഫി ലോകം മുഴുവൻ പ്രകീർത്തിച്ച ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ഷാഹുൽ ഹമീദ് തങ്ങൾ ഖാദിരിയ, ചിസ്തിയ, നഖ്ശബന്ദിയ, സുഹ്റവർദിയ തുരീഖത്തുകളുടെ വാഹകൻ കൂടിയായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനവർകളുടെ മദദ് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ട് നമ്മുടെ ഖൽബ് അല്ലാഹു നന്നാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പാപ്പാൻ്റെ വീടാണ് കേട്ടോ, പാപ്പാൻ്റെ വീടാണ്.